ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്കൊരു ഏട്ടക്കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കറി വെക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് ചെറിയ കഷ്ണം ഉള്ളി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഉള്ളി മുരിഞ്ഞു വരണം. അപ്പോൾ ഈ ഉള്ളി ബ്രൗൺ കളർ ആയതിനു ശേഷം 2 ചെറിയ തക്കാളി മുറിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പകുതി ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് നടുകെ കീറിയിട്ടതും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് വരണം. എന്നിട്ട് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ നാരങ്ങ വലിപ്പമുള്ള പുളി എടുത്തിട്ടുണ്ട്. നമുക്കത് പുളിവെള്ളമാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ ഇതിലോട്ട് നമ്മൾ 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മുളകിൻ്റെയും മല്ലിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു പുളിവെള്ളം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ വൃത്തിയിൽ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഏട്ടക്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഏട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അസ്സലാമു അലൈക്കും.